മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് 15-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ശിഷ്യരോട് സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തില് 12-ാം അധ്യായത്തില് 8-ാമത്തെ തിരുവചനത്തില് കർത്താവ് ഇങ്ങനെ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗീയ പിതാവിന്റെ മുമ്പിലും മാലാഖമാരുടെ മുമ്പിലും ഞാൻ ഏറ്റു പറയും. എന്നാൽ മനുഷ്യ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗീയ പിതാവിന്റെ മുമ്പിലും മാലാഖമാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങളെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, അവന്റെ ജീവിതത്തെ, ഞങ്ങളുടെ ജീവിതങ്ങള് മാറ്റിമറിക്കുവാനിടയായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടി നിങ്ങളുടെ മധ്യത്തിലേക്ക്, ടൗണിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ കടന്നു വന്നിരിക്കുക. യേശുക്രിസ്തു ആരാണ് എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അവൻ ദൈവപുത്രനായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിയപ്പെട്ട ജീവിതങ്ങളായി മാറും. നമുക്കറിയാം, AD BC എന്ന് രണ്ടായിട്ട് വേർതിരിക്കപ്പെട്ടത് അവന്റെ ജനനത്തോടു കൂടിയാണ്. ഈ ലോകത്തിന്റെ ചരിത്രങ്ങൾ മാറ്റി എഴുതപ്പെട്ടത് അവന്റെ ജനനത്തോടു കൂടിയാണ്. അവൻ ഈ ലോകമെങ്ങും അവൻ ജനിച്ചു വീണത് നമുക്കറിയാം ഒരു കാലിത്തൊഴുത്തിലാണ്, കന്നുകാലിത്തൊഴുത്തിലാണ്. ഒരു മനുഷ്യനും കിട്ടാത്ത വിധത്തിലുള്ള അത്രയും താഴ്ന്ന ഒരു ജന്മമാണ് യേശുവിന് ലഭ്യമായത്. അവന് ഒരു സത്രത്തില് സ്ഥലം കിട്ടിയില്ല. അവസാനം പോയിട്ട് ബത്ലഹേമിലുള്ള കാലിത്തൊഴുത്തിൽ പോയി മാതാവ് ഈ കുഞ്ഞിന് ജന്മം നൽകുകയാണ് ചെയ്യുക. അപ്പോൾ അവനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആട്ടിടയന്മാരാണ്, അവിടെ വിദ്യാഭ്യാസമോ അറിവോ കഴിവോ ഒന്നുമില്ലാത്ത ആട്ടിടയന്മാരാണ് അവനെ സന്ദർശിക്കാൻ വേണ്ടി ആദ്യമായിട്ട് അവിടെ കടന്നു വരിക. കാരണം മാലാഖമാര് പാട്ടുപാടിക്കൊണ്ട് ആട്ടിടയന്മാർ താമസിച്ചിരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നുവെന്ന് മാലാഖമാർ അറിയിച്ചപ്പോൾ അതനുസരിച്ച് ആട്ടിടയന്മാര് അവനെ തപ്പി കാലിത്തൊഴുത്തിൽ പോയി അവനെ കണ്ടതിന് ശേഷം അവനെ ആരാധിച്ചതിന് ശേഷം തിരിച്ചു പോരുകയാണ് ചെയ്യുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അവന്റെ ജീവിതങ്ങൾ മുഴുവനും ഒരു ആശാരിപ്പണിക്കാരനായ ജോസഫിന്റെ മകനായിട്ടാണ് അവൻ വളർന്നു വരിക. യേശുവിന്റെ ജീവിതങ്ങൾ അവൻ പറയുന്നു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന്റെ തലയാക്കാൻ ഇടമില്ല. ഒന്നുമില്ലാത്തവനായി ലോകത്തിലേക്ക് കടന്നു വന്നു.